ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ പ്രത്യേക മോഡ്യൂളിൽ വെൽഡുകളുടെ ബെൻഡ് ടെസ്റ്റിംഗിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. ലക്ഷ്യം: ഈ എക്സസൈസിന്റെ അവസാനത്തോടെ ബെൻഡ് ടെസ്റ്റ് എങ്ങനെ നടത്താമെന്നും പരിശോധനയിൽ നിന്ന് ലഭിച്ച ഫലങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കും. ഇൻട്രൊഡക്ഷൻ. വെൽഡിഡ് ഘടകങ്ങൾ തൃപ്തികരമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പരിശോധനയിലൂടെ ഗുണനിലവാരം വിലയിരുത്തേണ്ടതുണ്ട്. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് വെൽഡിന് കേടുപാടുകൾ കൂടാതെ നടത്തുന്നു. അതേസമയം ഡിസ്ട്രക്റ്റീവ് പരിശോധനയിൽ വെൽഡ് തകർന്നിരിക്കുന്നു, അതായത് നശിപ്പിച്ചു. ഇപ്പോൾ വെൽഡിങ്ങിനായി ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി അറിയുന്നതിനും വെൽഡിംഗ് നടപടിക്രമത്തിന് യോഗ്യത നേടുന്നതിനും വെൽഡിംഗ് ജോയിന്റിന്റെ ശക്തി അറിയുന്നതിനും വെൽഡറുടെ വൈദഗ്ധ്യം വിലയിരുത്തുന്നതിനും പരിശോധനയ്ക്കിടെ നശിപ്പിക്കപ്പെട്ട ഒരു വെൽഡഡ് മാതൃകയിൽ ഒരു ഡിസ്ട്രക്റ്റീവ് പരിശോധന നടത്തണം. ഡിസ്ട്രക്റ്റീവ് സൗണ്ട്നെസ് ടെസ്റ്റിന് 3 പൊതുവായ തരങ്ങളുണ്ട്: ബെൻഡ്, നിക് ബ്രേക്ക്, ഫില്ലറ്റ് ബ്രേക്ക്. ആദ്യ തരം ബെൻഡ് ടെസ്റ്റിംഗ് വ്യത്യസ്ത രീതികളിൽ നടത്താം. ബെൻഡ് മാതൃകകൾ, സാമ്പിൾ, ഗൈഡഡ്, ബെൻഡ് ഫിക്ചർ, റാപ്പ് അറൌണ്ട് ബെൻഡ് ഫിക്ചർ മെഷീനുകൾ, ബെഞ്ച് വൈസ് ഓൺ ഫ്രീ ബെൻഡ് ടെസ്റ്റ് എന്നിവ ഉപയോഗിച്ച് പരിശോധിക്കാം. ഫ്രീ ബെൻഡ് ടെസ്റ്റ് ഇത് ലിസ്റ്റ് ചെയ്യാത്ത ഒരു ടെസ്റ്റ് രീതിയാണ്. ഗൈഡഡ് ബെൻഡ് ടെസ്റ്റിനേക്കാൾ കുറച്ചു തവണയാണ് അവ ഉപയോഗിക്കുന്നത്. ഫ്രീ ബെൻഡ് ടെസ്റ്റുകളുടെ ടെസ്റ്റിംഗ് പാരാമീറ്ററുകൾ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. ഏറ്റവും സാധാരണമായത് പ്ലങ്കർ ആൻഡ് ഡൈ ടൈപ്പാണ്. പ്ലങ്കറിന്റെയും ഡൈയുടെയും വ്യാസം നിശ്ചയിച്ചിരിക്കുന്നു. വ്യത്യസ്ത പ്ലങ്കറും ഡൈ സെറ്റുകളും നീളത്തിന്റെ വ്യത്യസ്ത ഗുണങ്ങൾക്കും ഓരോ ടെസ്റ്റ് കനത്തിനും ആവശ്യമാണ്. ഒരു സാധാരണ തെറ്റ് എല്ലാത്തരം അടിസ്ഥാന ലോഹങ്ങൾക്കും കനത്തിന് ഒരേ പ്ലങ്കറും ഡൈയും ഉപയോഗിക്കുക എന്നതാണ്. എല്ലാ ബെൻഡ് മാതൃകകളും ഒരേ രീതിയിൽ വിലയിരുത്തപ്പെടുന്നു. വെൽഡ് റീഇൻഫോഴ്സ്മെന്റും ബാക്കിങ്ങും ഉപരിതലത്തിൽ സ്ലാഗ് നീക്കം ചെയ്യണം. ഇവയിലേതെങ്കിലും ബെൻഡ് ടെസ്റ്റ് ഉപയോഗിച്ചാൽ സ്പെസിമെൻ വളയും എന്നതിനാൽ ഒരു വശത്തെ ഉപരിതലം കുത്തനെയുള്ള പ്രതലമാകും. ഈ ബെൻഡ് ടെസ്റ്റുകളിലേതെങ്കിലും ഉപയോഗിച്ച് സാമ്പിളുകൾ ഗ്രൈൻഡിംഗ് ചെയ്തോ മെഷീൻ ചെയ്തോ ശ്രദ്ധാപൂർവം തയ്യാറാക്കണം. ഉപയോഗിച്ച തരം പരിഗണിക്കാതെ തന്നെ മാതൃകയിൽ ആവശ്യമായ ആരം നൽകുന്നതിന് ഫിക്ചർ മെഷീൻ സജ്ജീകരിച്ചിരിക്കണം. ഭൂരിഭാഗം വശങ്ങളും ഫേസും 10 മില്ലിമീറ്റർ കനമുള്ള റൂട്ട് ബെൻഡും 18 മില്ലിമീറ്റർ റേഡിയസിൽ പരിശോധിക്കും. Specimen inspection. ബെൻഡ് ഫിക്സ്ചറിൽ നിന്ന് സാമ്പിൾ നീക്കം ചെയ്യുക. ടിയർ അല്ലെങ്കിൽ മറ്റ് ഓപ്പൺ ഡിഫക്റ്റുകൾക്കായി മാതൃകയുടെ ടെൻഷൻ ഉപരിതലം, വെൽഡ് മെറ്റലും ചൂടുബാധിച്ച സോണുകളും ദൃശ്യപരമായി പരിശോധിച്ച് എല്ലാ ഡിഫക്റ്റിന്റെയും തരവും അളവും വലുപ്പവും സ്ഥാനങ്ങളും രേഖപ്പെടുത്തുക. ആപ്ലിക്കേഷൻസ്: ഗ്രോ ബട്ട് വെൽഡുകളിലെ വെൽഡർമാരെയും വെൽഡിംഗ് നടപടിക്രമങ്ങളുടെ സവിശേഷതകളെയും യോഗ്യത നേടുന്നതിന് ആവശ്യമായ പരിശോധനയുടെ ഭാഗമായി പല വെൽഡിംഗ് മാനദണ്ഡങ്ങൾക്കും ബെൻഡ് ടെസ്റ്റുകൾ ആവശ്യമാണ്. പരിശോധനാ മാതൃകകൾ ശരിയായി തയ്യാറാക്കാൻ സമയവും പ്രയത്നവും ആവശ്യമാണെങ്കിലും വേഗത്തിലുള്ള ഫലങ്ങൾ നൽകാൻ ഇതിന് കഴിയും. ഈ മോഡ്യൂളിൽ നിങ്ങൾ പഠിച്ചു: ബെൻഡ് ടെസ്റ്റിന്റെ ഉദ്ദേശ്യം, ബെൻഡ് ടെസ്റ്റ് മാതൃകകളുടെ തരങ്ങൾ, വ്യത്യസ്ത ടെസ്റ്റ് മെഷീൻ ഫിക്സ്ചർ രീതികൾ. ഇപ്പോൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.